ഞാൻ അങ്ങോട്ട് വിളിക്കാം. വിളിക്കാന്ന് പറഞ്ഞില്ലേ? നീ ഇന്നലെ വന്ന് കയറുമ്പോൾ മുതൽ ശ്രദ്ധിക്കുന്ന ഈ ഫോൺ ഇതുവരെ താഴെ വെച്ചിട്ടുണ്ടല്ലോ. എന്തായാലും പ്രശ്നം ഉണ്ടോടാ? എന്ത് പ്രശ്നം? എന്റെ അമ്മ പഴയതുപോലല്ല. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി എപ്പോഴെന്റേത്. എല്ലാ സംശയങ്ങൾക്കും മറുപടി കൊടുക്കേണ്ടതേ ഞാനാ. ശരി. അല്ല അമ്മ എങ്ങോട്ടാ? അമ്മച്ചി ഉദ്യോഗത്തിന് പോവാടാ. നിന്നെ പോലെ ഒരിടത്തല്ല, പല പല വീടുകളിൽ പല പല ഡ്യൂട്ടികൾ. ഈ ശ്വാസം മുട്ടലും വെച്ചോണ്ട് അമ്മ ഇനി പണിക്കൊന്നും പോണ്ട. എനിക്ക് നിർത്തി വരുവാനായില്ലേ? ആകുള്ള കാലം വരെ അധ്വാനിക്കണം മക്കളെ. വിടർന്നു നിൽക്കുന്ന പൂക്കളെ പോലെ ആവണം നമ്മൾ. ആരുടെ മുന്നിൽ കൈ നീട്ടരുത്, കടമാൾ ചെയ്യാനല്ലാതെ. ആരുടെ മുന്നിൽ തല കുലിക്കരുത്, എളിമ കൊണ്ടല്ലാതെ. ആ അകത്തൊരാളുണ്ടേ. ഹലോ, ഞാൻ കട്ട് ചെയ്തല്ല. ഇവിടെ റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. പ്ലീസ് എനിക്കൊന്ന് ആലോചിക്കാൻ സമയം താ. എടോ, ഞങ്ങൾ ഇവിടെ ഒരു കുടിയിറക്ക ഭീഷണിയില്ല. കാര്യങ്ങൾക്ക് ഞാൻ ഒന്ന് പ്ലാൻ ചെയ്യട്ടെ. എന്തോന്ന് ഈ സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വരുമെന്നാ? നന്നായി. അതൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. എടാ കുഞ്ഞുണ്ണി, എന്തൊരു ഉറക്കോടെ ഇത്? നീ എപ്പോഴാ വന്നേ? നീ എനിക്ക് അരച്ചു മാത്രം കൊണ്ടുവരാന്ന് വെച്ചേ. എനിക്ക് അതിന് ഹരിക്കൂട്ടം വന്നപ്പോഴത്തേക്കും കുഞ്ഞുണ്ണി ഉറങ്ങിക്കഴിഞ്ഞില്ലായിരുന്ന. പിന്നെ എങ്ങനെയാ ഇപ്പൊ ആണെന്നില്ലേ? അല്പം വെച്ചമ്മ. അതെ, അമ്മയൊക്കെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിനക്ക് കൊണ്ടുവന്ന അലുവയും ജിലേബിയും ഒക്കെ ആദ്യം അത് പോയി കഴിക്കാം. ഞാൻ ചോദ്യം തിന്നു. എന്താ പ്രശ്നം? അല്ല അമ്മ ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അവര് ബംഗാളിയെ കൊണ്ടോ പഞ്ചാബ് കൊണ്ടോ തേങ്ങ വെച്ചോട്ടെന്ന് അവിടെ വിപ്ലവം പറഞ്ഞത് കയറിയേക്കുവാ. ഉള്ള കിടപ്പണം നഷ്ടപ്പെടാൻ പോകുക. കയറി കിടക്കാനേ അടച്ചറപ്പുള്ള കടമുറി കണ്ട് വയ്ക്കാതെ എന്നിട്ട് മതി. തൊഴിലാളിത്തിന് വിപ്ലവം മണ്ണാൻ കാട്ട. എന്റെ സീരിയസ്, നിങ്ങൾ എന്താ ഇങ്ങനെ? ഓ തന്നെ സമ്മതിച്ച് അല്ലെ? ഞാൻ എന്താ വിപ്ലവമായി ഇത്ര രോഷാകുലയാൻ കാര്യം? അധ്വാനിക്കുന്ന ആരായാലും മാന്യമായ കൂലി കിട്ടണം. എന്നിട്ടിപ്പോ ഇതൊക്കെ പറയാൻ ചന്ദ്രൻ ഇവിടെ ഇല്ലാത്തോണ്ടാ ഞാൻ പറയുന്നത്. യൂണിയന്റെ നിയമം അനുസരിച്ച് ഒരു കൂലി നിശ്ചയിച്ചിട്ടുണ്ട്. ആകെയുള്ളത് കുറച്ച് പരമ്പരാഗത തൊഴിലാളികളാ. അതിൽ പകുതിയും ചന്ദ്രനെ പോലെ സുഖമില്ലാത്തവരും. അല്ല ഇതാരും ഇത്രയ്ക്കും വൃത്തിയായി സൂക്ഷിക്കുന്നത്? ഈ സാറ് തന്നെ ഞങ്ങളെ കൊണ്ട് ആരെ കൊണ്ട് തൊടിയില്ല. എന്നും തൂത്തുടച്ച് വൃത്തിയാക്കി വെച്ചു. ചില ദിവസങ്ങളിൽ നിന്നെ കാണണമെന്ന് അറിഞ്ഞു കിടന്ന് വഴക്കുണ്ടാക്കും. അന്ന് ഇതും കെട്ടിപ്പിടിച്ച് കിടന്ന ഉറക്കം. ആ നീ അത് സ്ഥിരം പാടി കൊടുക്കാറ് പാട്ടില്ലേ? അതെങ്ങാനും റേഡിയോയിൽ കേട്ടാൽ എന്റെ ദൈവമേ. കൈമാറിയും വേനൽ കുറും നിന്റെ പൂവള തൂവാലകൾ തന്നിയും പാടാത്ത പാട്ടിൻ്റെ ഈണങ്ങളിൽ തേടുന്ന കാറ്റിൻ്റെ ഓളങ്ങളിൽ ഉള്ളിൻ്റെ ഉള്ളിലെ നോവിൻ്റെ നോമ്പരം ഒരു നാളിൽ സംഗീതമായി ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം
അന്വേഷിക്കുന്നത്? ഇവർക്ക് എന്താ വേണ്ടത്? രണ്ടുപേരെ, ഒന്നിനെ ജീവനോടെയും മറ്റൊന്നിനെ അല്ലാതെയും. അപ്പൊ തെറ്റിയില്ല. അന്വേഷിച്ചതും അറിഞ്ഞതും നേരെ. ഇവൻ നിന്റെ മകനയ്യോ. വലിയ വീട്ടിലെ പെൺകൊച്ചുങ്ങളെ പ്രേമിച്ചു വശത്താക്കുന്ന ശീലം തന്തയെ പോലെ മോനെ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷേ ഇവനാൾ മാറിപ്പോയി. അവൾ പ്രിയ ഈ രാമനുണ്ണിയുടെ മോളാ. മാണിക്യമംഗലത്തെ ശേഖരൻ നമ്പ്യാരുടെ കൊച്ചുമോൾ. എന്താ മാണിക്യമംഗലമെന്നും ശേഖരൻ നമ്പ്യാരെന്നൊക്കെ കേട്ടപ്പോ ഒന്ന് വിറച്ചോ? ഒരു മിന്നലേറ്റതുപോലെ. ഇനി പിഴച്ചിറങ്ങിപ്പോയ എന്റെ പെങ്ങളെന്ന് പറയുന്ന നീയും നിന്റെ മോനും കൂടി നേരം നോക്കാതെ കൈപിടിച്ച് കയറ്റി എന്റെ മകളെ ഇറക്കി വിട്. ഇല്ലെങ്കിൽ പാട്ടപ്പുറയ്ക്ക് തീയിടിക്കാൻ ചോദിക്കാൻ ഒരുത്തിനും വരില്ല. സർക്കാരിന് അത്രയും ലാഭം. സ്വപ്നത്തിൽ പോലും അങ്ങനെ ഒരു വീഡിയോ ഈ രൂപമോ ആഗ്രഹിച്ചിട്ടില്ല ഞാൻ. കാണാനും കേൾക്കാനും. വേറെ ഒരുത്തന്റെ കയ്യിൽ പിടിച്ച് കതിർ മണ്ഡപത്തിൽ നിന്നും നീ ഇറങ്ങിപ്പോയപ്പോ ആ മണ്ഡപത്തിൽ വീണ് ചങ്ക് പൊട്ടി മരിച്ചതായി എന്റെ അച്ഛൻ. കല്യാണ വീടൊരു മരണ വീടാക്കിയ പാതകിയാ നീ. എന്റെ അച്ഛന്റെ ചിതാഭസ്മം ഇന്നും നിമഞ്ജനം ചെയ്യാതൊരു കെടാവിളക്കിന്റെ മുമ്പിൽ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ. നീയും നിന്റെ കുടുംബവും വെന്തു വെണ്ണീറായി ഈ മണ്ണടിയുന്നത് കണ്ടിട്ടേ ഞാനത് കടലിലൊഴുക്കും. എങ്കിൽ എന്റെ അച്ഛന്റെ ആത്മാവിന് ശാന്തി കിട്ടും. ദൈവനിഷേധിയാ നീ, ദൈവനിഷേധി. സ്നേഹിച്ചു പോയത് ആ സ്നേഹത്തിന്റെ ഉറപ്പിൽ, വിശ്വാസത്തിൽ മരണം വരെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ രണ്ട് ആത്മാക്കളെ ഏതെങ്കിലും ദൈവം നിഷേധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാൻ എന്താണ് കാര്യം? ഓ, വായനക്കാരിയുടെ സാഹിത്യം. അക്ഷരം പഠിച്ചതിന്റെ ഹുങ്കർ. തല്ലി പഠിപ്പിച്ചിട്ടും 8ാം ക്ലാസ്സിനപ്പുറം ചാടിക്കിടക്കാൻ കഴിയാത്ത രാമനുണ്ണി ഇങ്ങനൊക്കെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അല്ലെങ്കിൽ തന്നെ 20ാമത്തെ വയസ്സിൽ തന്നോളം പ്രായമെത്താറായ വേലക്കാരിയുടെ മക്കളും വൈദ്യുണ്ടായി കൊടുക്കാൻ എന്തിനാ അക്ഷരജ്ഞാനം? പഴയ കാരണന്മാരുടെ കയ്യും അഹന്തയും പോരെ. പക്ഷെ ഇത് കാലം മാറി കാരണവരെ. ഇത് മുന്നോട്ട് ചിന്തിക്കുന്ന പക്വതയുള്ള ചെറുപ്പത്തിന്റെ കാലമാ. ഇത്ര സീനും കൊണ്ട് അങ്ങോട്ട് ചെന്നാ വിട്ടുപോ മോനെ ദിനാശ നമ്മൾ കളിയാക്കി വിടും. ഞങ്ങൾ ഇവിടെ ആരും കയറ്റി പാർപ്പിച്ചിട്ടില്ല. വേണമെങ്കിൽ അകത്ത് കയറി പരിശോധിക്കാം. പിന്നെ അകത്ത് കയറി പരിശോധിക്കാൻ 1000 അറകളുള്ള അക്ബർ ചക്രവർത്തിയുടെ കൊട്ടാരമല്ലേ? നോക്ക്, അവൾ ഇങ്ങോട്ട് ഓടിക്കയറുന്നത് ഞങ്ങൾ കണ്ടതാ. എന്തുവാണ് നോക്കി നിൽക്കുന്നത്? എന്റെ മകളെ തിരിച്ചു തരുമ്പേ എല്ലാത്തിനും എന്തെങ്കിലും പദം വരുന്നില്ല. ഇറങ്ങി വാടി. എന്തിനവളെ? അല്ലെങ്കിൽ വെട്ടി എറിഞ്ഞ് ചാക്കിലാക്കിയിട്ടാണെങ്കിലും കൊണ്ടുപോകുന്നില്ല ഞാൻ. അങ്ങനെ വേണമെങ്കിൽ അച്ഛൻ എന്നെ കൊണ്ടുപോകാം. അല്ല, അങ്ങനെ കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും ഇറങ്ങണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ അനുമതി വേണം. അതെ, ഈ താലി കഴിച്ച് ചാർത്തി തന്നവനെ മലയാളത്തിലെ പെണ്ണുങ്ങൾ അങ്ങനെ വിളിക്കാറ്. എന്റെ പേരിപ്പോ പ്രിയ രാമനുണ്ണി എന്നല്ല, പ്രിയ ഹരീന്ദ്രൻ എന്നാ. മകളുടെ കല്യാണം കഴിഞ്ഞത് അവളുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുന്ന ഏതൊരച്ഛനും മാനക്കേടാ. അതാണോ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 1.5 മാസമായി. പിന്നെ താൻ ഇവളുടെ അച്ഛനാ. ഇവളെ വളർത്തി വലുതാക്കിയ ആളുവാ. അതുകൊണ്ട് തനിക്ക് വേണമെങ്കിൽ തന്റെ മകളെ ഇവിടുന്ന് കൊണ്ടുപോവാം. പക്ഷേ അത് ഇവളുടെ വയറ്റിൽ വളരുന്ന എന്റെ മകന്റെ കുഞ്ഞിനെ ഇവിടെ വച്ചതിന് ശേഷം മാത്രം.
രംഗമങ്ങ് കൊഴുത്തല്ലോ. ഒരിക്കലൊരു കല്യാണ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി വിപ്ലവം സൃഷ്ടിച്ചവനാ ചന്ദ്രപ്പൻ. അവന്റെ മോൻ ഒരു പട്ടിക്കുട്ടി മുന്നില്ല. താലി കെട്ടുക മാത്രമല്ല, മധുവിധു നടത്തി അത് അങ്ങ് ഉറപ്പിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെയാ കൊല്ലത്ത് കലാപം ഉണ്ടായത്. എടി, ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും വലിയ തടസ്സങ്ങൾ കൂടാതെ നീങ്ങുന്ന നിന്റെ ജീവിത കഥയ്ക്ക് ഇനി ഒരു ട്വിസ്റ്റ് വേണ്ടേ? അല്ലെങ്കിൽ കാണികൾക്ക് ബോറടിക്കും. അപ്പോ ഇനി ട്വിസ്റ്റ്. സംഘർഷങ്ങളും കണ്ണുനീരും കയ്യാങ്കളികളും വേണ്ടി വന്നാൽ 1-2 കൊലപാതകങ്ങളുമൊക്കെയുള്ള ഒരു ട്വിസ്റ്റ്. അമ്മ എന്തെങ്കിലും പറയും. ഇവിടെ ആരാണെന്നോ ഏതാണെന്നോ അറിഞ്ഞുകൊണ്ട് തന്നെയാ പരസ്പരം ഇഷ്ടപ്പെട്ടത്. ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് എന്റെ അച്ഛനോട് അമ്മ എന്തൊക്കെയാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ ജീവിതത്തിൽ ഈ കാര്യമല്ലാതെ എന്തൊക്കെയാ ഞാൻ അമ്മയ്ക്ക് കുടിച്ചിട്ടുണ്ടോ? മനഃപൂർവ്വമല്ല, ഒക്കെ ഒന്ന് നേരെയാക്കട്ടെ വിചാരിച്ചിട്ടോ. ഹരി, അമ്മയ്ക്ക് എന്നെ ഇഷ്ടായിട്ടുണ്ടാവില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞു, ഞാൻ ഗർഭിണിയാണ്, ആ കുഞ്ഞിനെ ഇവിടെ തന്നിട്ട് പോകുന്നൊക്കെ എന്റെ അച്ഛനോട് അമ്മ പറഞ്ഞപ്പോ അത് നമ്മളെ ജയിപ്പിക്കാൻ വേണ്ടി അമ്മ കണ്ടെത്തിയ കള്ളത്തരമെന്നാണ് ഞാൻ കരുതിയത്.